അസ്സലാമലൈക്കും. ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ചിക്കൻ ആദ്യം വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ നല്ലോണം കഴുകി എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആ വേവിച്ചതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു പൊട്ടറ്റോയും കൂടെ തോലി കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവോള വന്നിട്ട് വഴറ്റുക. ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും കാണണേ. പിന്നെ കാപ്സിക്കനും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ, ചെറിയൊരു തക്കാളി, എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. ചിക്കന് കൂടുതലാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചിക്കൻ കൂടുതലിട്ടിട്ട് അങ്ങനെ. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ അതൊന്ന് ഏകദേശം ആ പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പൊട്ടറ്റോ ചിക്കനും കൂടെ വേവിച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില പുതിന കറിവേപ്പിലയും കൂടെയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ദോശ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അത് ഉടച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ദോശയുടെ പരുവത്തിൽ അത് അരച്ചെടുക്കാം. ഇത് പത്തിരി കൊണ്ടും ദോശ കൊണ്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ എണ്ണ തടവിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ദോശകളും അത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ദോശ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അത് ചുട്ടെടുത്തിട്ട് ഇതെല്ലാ ദോശയും ചുട്ടെടുക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് അത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ റെഡിയാവും. അപ്പം അതിന് 5 കോഴിമുട്ട എടുത്തിട്ട് അതിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ദോശയിലെടുത്തിട്ട് ഈ കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള അതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് ഓരോ ദോശയും ഒരു ദോശ വെക്കുക. എന്നിട്ട് അതിൽ മസാലകൾ പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ദോശകൾ 5 സ്റ്റെപ്പായിട്ടാണ് ഞാനിത് വെക്കുന്നത്. നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും മസാലക്കനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ചട്ടിപ്പത്തിരിയാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അളവ് പോലെ എല്ലാവരും ചെയ്യുക. അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യലും, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ള ആ കോഴിമുട്ടയുടെ അത് ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളൊന്നും ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെക്കണം കേട്ടോ. ഇങ്ങനത്തെ പാത്രമൊക്കെ ആകുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെക്കണേ. എന്നിട്ട് അതൊന്ന് നമുക്ക് മറിച്ചിടാം. എന്നിട്ട് 2 ഭാഗം വെന്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ചട്ടിപ്പത്തിരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നറിയാം. എന്നാലും എൻ്റെ ഈ ചട്ടിപ്പത്തിരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും കാണാനും മറക്കരുത്. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും